ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിപത്ത് കുടുംബത്തകർച്ചയാണ്. വിദേശ രാജ്യങ്ങളിലായിരുന്നു ഒരു കാലത്ത് കൂടുതലായി കുടുംബബന്ധങ്ങൾ തകർന്നിരുന്നതെങ്കിൽ ഇന്ന് അത് ഈ കേരളത്തിലും വർദ്ധിച്ചു വരുന്നു. മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ജീവിതങ്ങളും വിവാഹാലോചനയിലെ ചതിവുകളുമാണ് ഒരു കാരണമെങ്കിൽ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നതിനിടയിലെ വ്യക്തിബന്ധങ്ങളുടെ അകൽച്ചയും അപജയങ്ങളും ഇതിനെ വഴിവരുന്നിടുന്നു. വേർപിരിയുന്നവർക്ക് മക്കളുണ്ടെങ്കിൽ അവരുടെ ഭാവി ഇരുളടഞ്ഞതായി തീരുന്നു. വിശ്വസാഹിത്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനായിരുന്നു ടോൾസ്റ്റോയ്. ഭാവനാവിലാസത്തിൽ അദ്വിതീയനും പ്രതിപാദന ശൈലിയിൽ അസാധാരണക്കാരനുമെന്ന് അദ്ദേഹം വിശേഷിക്കപ്പെട്ടു. ലോകപ്രശസ്തനായ ഈ എഴുത്തുകാരൻ്റെ ജീവിതം ഒരു ദാരുണസമമായി തീർന്ന ചരിത്രം ലോകത്തിന് മുന്നറിയിപ്പാണ്. ജീവിതം സുന്ദരമായി ആരംഭിക്കുകയും ദുരിതമായി അവസാനിക്കുകയും ചെയ്യുന്ന ആളുകളെ നാം കണ്ടുമുട്ടാറുണ്ട്. അവരൊക്കെ എന്തുകൊണ്ട് അങ്ങനെയാകുന്നു എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരം പറവാൻ സാധിക്കില്ല. കാരണം മനുഷ്യജീവിതമെന്ന കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്തിയവർ ആരും ഇല്ല എന്നത് തന്നെ. ഓരോരുത്തരും അവരുടേതായ പാതയിൽ സഞ്ചരിക്കുന്നു. ടോൾസ്റ്റോയുടെ ജീവിതവും ലോകചരിത്രത്തിലെ ഒരു പാഠമാണ്. തൻ്റെ കൃതികളിൽ യുദ്ധവും സമാധാനവും എന്ന നോവൽ വളരെ പ്രസിദ്ധമാണ്. ഇതിൻ്റെ കർത്താവായ ടോൾസ്റ്റോയ്ക്ക് ലഭിച്ച അത്രയും പ്രശസ്തി മറ്റൊരു നോവലിസ്റ്റിനും ലഭിച്ചിട്ടില്ല എന്നത് സത്യമാണ്. 1928 ഓഗസ്റ്റ് 28 റഷ്യയിലെ ഒരു കോടീശ്വര കുടുംബത്തിൽ ജനിച്ച ഇദ്ദേഹത്തിന് 2-ാം വയസ്സിൽ മാതാവും 9-ാം വയസ്സിൽ പിതാവും നഷ്ടപ്പെട്ടു. തനിക്ക് കൈവന്നിരിക്കുന്ന അളവറ്റ സ്വത്ത് എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നറിയാതെ ആ ബാലൻ അങ്ങുമിങ്ങും അലഞ്ഞു നടന്നു. ഒടുവിൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എങ്കിലും ബിരുദം നേടാനാവാതെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് മദ്യത്തിലും ദുർമാർഗ ജീവിതത്തിലുമായി ജീവിതം. ഇടവേളകളിൽ ചീട്ടുകളയും ശേഷിക്കുന്ന സമയത്ത് കഥയെഴുത്തും തുടങ്ങി. കഥകളിൽ തുടിച്ചെന്ന ആത്മചൈതന്യമാണ് വാസ്തവത്തിൽ ടോൾസ്റ്റോയെ അനുഗ്രഹിച്ചത്. ആരാധനക്കാരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ താൻ വിവാഹം കഴിക്കണമെന്ന അഭ്യർത്ഥനയുമായി വന്ന യുവതികളുടെ എണ്ണവും പെരുകി. അവരിൽ നിന്ന് സോഫി എന്ന സുന്ദരിയെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുത്തു. നിസ്വാർത്ഥമായി അവളെ സ്നേഹിക്കാനും മടി കാണിച്ചില്ല. പക്ഷേ അവൾക്ക് വേണ്ടിയിരുന്നത് ഒരു കലാകാരനുപരിയായി മറ്റെന്തൊക്കെയോ ആയിരുന്നു. സംതൃപ്തമായ ഒരു മനസ്സിനുടമയായിരുന്നില്ല അവൾ. അവസരങ്ങൾ ഉളവായപ്പോൾ ടോൾസ്റ്റോയ് അതെല്ലാം അവഗണിച്ച് തള്ളി. മക്കളുടെ എണ്ണം 16 സോഫിയുടെ ജീവിതവും അതിരുകൾക്ക് അപ്പുറമായിരുന്നു. പുസ്തകങ്ങൾക്ക് ലഭിച്ച പ്രതിഫലത്തുകയും കുടുംബസ്വത്തിൽ നിന്നുള്ള വരുമാനവും കൂട്ടുനോക്കിയപ്പോൾ എന്തിന് ഇതെല്ലാം സംഭരിച്ചു വയ്ക്കുന്നുവെന്ന ചിന്ത അദ്ദേഹത്തെ ഭരിച്ചു. മാത്രമല്ല, റഷ്യൻ ജനതയുടെ ഭൂരിപക്ഷവും പട്ടിണിയുടെ പടുകയിൽ കിടക്കുമ്പോൾ താനൊരു പ്രഭുവായി വിലസുന്നത് ആത്മവഞ്ചനയാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. ആരെയെങ്കിലും ഒന്ന് സഹായിക്കാമെന്ന് വെച്ചാൽ ഭാര്യ സമ്മതിക്കുന്നുമില്ല. പിശാചിനും കടലിനും ഇടയിലാകപ്പെട്ട അവസ്ഥയിലായി ടോൾസ്റ്റോയ്. ആ ദാമ്പത്യ ബന്ധം 48 വർഷം പിന്നിട്ടപ്പോഴേക്കും ഇരുവർക്കും ജീവിതം മടുത്തമട്ടായി. അഭിപ്രായ വ്യത്യാസങ്ങൾ അവരെ തമ്മിൽ അകറ്റി. ആശയവിനിമയം അസ്തമിച്ചു. ഒരു രാത്രി ഉറക്കം വരാതെ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കെ ടോൾസ്റ്റോയ് ആരുടെയോ കാൽപെരുമാറ്റം മുറിയിൽ കേട്ടു. അദ്ദേഹം സൂക്ഷ്മ നിരീക്ഷണം നടത്തി. മങ്ങിയ റാന്തൽ വെളിച്ചമായി കടന്നു വന്നത് ഭാര്യ തന്നെയായിരുന്നു. അവൾ രഹസ്യ ഫയലുകളിൽ നിന്ന് മരണപത്രം തപ്പുകയായിരുന്നു. സ്വത്തുക്കൾ എങ്ങനെ വീതം വെച്ചു എന്നറിയാനുള്ള ആകാംക്ഷ സോഫി അത് തുറന്നു പറയുകയും ചെയ്തു. പിന്നീട് അധികം താമസിച്ചില്ല. ടോൾസ്റ്റോയ് വീട് വിട്ടിറങ്ങി. സ്നേഹിതനായ ഒരു ഡോക്ടറുടെ വീട്ടിൽ അഭയം പ്രാപിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വിശ്വോത്തര കലാകാരന് ന്യൂമോണിയ പിടിപെട്ടെന്ന് ആരോ പറഞ്ഞ് സോഫി അറിഞ്ഞു. അവർ ഓടിച്ചെന്ന് തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഭർത്താവിനോട് മാപ്പ് ചോദിച്ചെങ്കിലും ടോൾസ്റ്റോയ് അത് കേട്ട ഭാവം നടിച്ചില്ല. മനസ്സ് തകർന്ന ആ മനുഷ്യൻ ലോകത്തിന് പിന്നാലെ പോയ അവരെ വെറുത്തു. ഡോക്ടറുടെ ചികിത്സ ലഭിക്കാതെ പനി കൂടിയപ്പോൾ ആ രാത്രിയിൽ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങി നടന്നു. പ്രഭാതമായപ്പോൾ കഥാകാരനും ദാർശനികനും നോവലിസ്റ്റും മനുഷ്യനേയുമായ ആ മഹാപുരുഷൻ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ മരിച്ചു കിടക്കുന്നതാണ് ലോകം കണ്ടത്.
ലോക സമാധാനത്തിന് വേണ്ടി ജീവിതം ഹോമിച്ച അദ്ദേഹത്തിന് മനസ്സമാധാനം വീണ്ടെടുക്കാൻ കഴിയാതെ പോയി. 6 അടി മണ്ണിൻ്റെ കഥ പറഞ്ഞ ആ പ്രഭു അനാഥനെ പോലെ മരിച്ചു. മനുഷ്യജീവിതത്തിൻ്റെ വില എന്ത്? ധനവും മാനവും മറ്റു പദവിയും നേടിയിട്ടും ജീവിതം കൈവിട്ടു പോകുന്ന അനുഭവം എത്ര ദയനീയമാണ്. ജീവിതത്തിൻ്റെ നിരാശവേളകളിൽ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണവും വർദ്ധിച്ച് വരികയാണ്. എന്നാൽ അതൊന്നും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനമെന്ന് ബൈബിൾ ചോദിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാമത്തെ വാക്യം. താങ്കളുടെ ജീവിതം എങ്ങനെയുള്ളതാണ്? ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതെ മനം തകർന്ന അനുഭവത്തിലാണോ ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്നത്? മക്കൾ, ഭാര്യ, ഭർത്താവ്, ബന്ധുക്കളൊക്കെ നമ്മെ കൈവിട്ടു പോയെന്നിരിക്കുക. ഈ നിലയിൽ നിരാശയുടെ പടുകുഴിയിൽ നിങ്ങൾ ജീവിതം കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മെ ആശ്വസിപ്പിക്കുന്നവനും കരുതുന്നതിനുമായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനം പകരും. അതത്രേ ലോകം തരാത്ത സമാധാനം. ഒരു നല്ല കുടുംബജീവിതത്തിന്, സമാധാനപരമായ ജീവിതാനുഭവങ്ങൾക്ക് ഒക്കെ നാം ദൈവത്തിൽ ആശ്രയിക്കുക. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞ യോശുവയെ പോലെ ദൈവത്തിൽ ആശ്രയിച്ച് ഭാര്യാഭർത്തൃബന്ധം മുന്നോട്ട് പോയാൽ കുടുംബം സ്വർഗമായിട്ട് തീരും. ദൈവത്തിൻ്റെ അനുഗ്രഹം ഭവനങ്ങളിലേക്ക് കടന്നു വരും.